നമസ്കാരം, ഞാൻ ശശികുമാർ തിരുമുല്ലവാരം. ഇതെൻ്റെ 147ാമത്തെ എപ്പിസോഡാണ്. ഇത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ക്ഷമയെ പറ്റിയാണ്, പേഷ്യൻസ്. ഹെഡിങ് തന്നെ പേഷ്യൻസ്, വൺ ഓഫ് ദ ബൂൺസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം, പല അനുഗ്രഹങ്ങളിൽ ഒരെണ്ണമാണ് ക്ഷമയെന്നാണ് ഞാൻ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. മറ്റു അനുഗ്രഹങ്ങൾ നിങ്ങൾക്കറിയാവുന്ന പോലെ വിനയം, സൗന്ദര്യം, ആരോഗ്യം, സൽബുദ്ധി, കഠിനാധ്വാനം മുതലായവയാണ്. പിന്നെ ക്ഷമയെ പ്രാക്ടീസ് ചെയ്യാനുള്ള 4 മാർഗങ്ങൾ, മനഃശാസ്ത്ര വഴികളാണ്. അത് ഞാൻ പറയാം. ഒരു നിമിഷം നിൽക്കണം, അതായത് ചിന്തകളെ പിടിച്ച് നിർത്തണം. എന്നിട്ട് വേണം അതിനെപ്പറ്റി ആലോചിക്കാൻ. ഒരു പെട്ടെന്നൊരു റിയാക്ഷൻ എടുക്കാതെ ഒരു നിമിഷം അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പിന്നെ വിചാരിക്കാവൂ, അല്ലെങ്കിൽ പ്രവർത്തിക്കാവൂ എന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ദേഷ്യം വരുന്നതെന്ന് കണ്ടുപിടിക്കാനും ശ്രമിക്കണം. എന്തുകൊണ്ടാണ് നമുക്ക് അപ്പോൾ ദേഷ്യം വന്നത്, എന്ത് പറഞ്ഞിട്ടാണ് ദേഷ്യം ഉണ്ടായതെന്നുള്ളതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ദീർഘമായ ശ്വാസം എടുക്കുക. അത് വേറെ പല ഇതിലും പറയുന്നൊരു കാര്യമാണ്. ഡീപ്പ് ബ്രീത്ത് എടുക്കുമ്പം നമ്മുടെ പെട്ടെന്നുള്ള ടെൻഷൻ അല്ലെങ്കിൽ ദേഷ്യം കുറയുമെന്നാണ് പറയുന്നത്. മിനിമം ഒരു 3 പ്രാവശ്യമെങ്കിലും ഡീപ്പ് ബ്രീത്ത് എടുക്കണം. എന്നിട്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ആ സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കണം. അത് മനഃശാസ്ത്രം പറയുന്നതാണ്. ആ സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് പോയി വേറെ എവിടെയെങ്കിലും പോയി ഇരിക്കുക കുറച്ച് നേരം. അതും മുൻകോപം നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു വഴിയാണ്. പിന്നെ ഈ ഹിന്ദു ഫിലോസഫി അനുസരിച്ച് ഈ ഗായത്രി മന്ത്രം ദിവസം 15 മിനിറ്റ് നേരം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ദേഷ്യത്തിന് നമുക്ക് നല്ലോണം നിയന്ത്രിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഞാൻ ഗായത്രി മന്ത്രം ജപിച്ച് നോക്കിയിട്ടില്ല, പക്ഷേ വേറെ പല മന്ത്രങ്ങളും ജപിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കങ്ങനെ ദേഷ്യം വരാറേ ഇല്ല. അത് സത്യമായ കാര്യമാണ്, എല്ലാവരും പറയുന്നത് കാണാം. പിന്നെ ഇനിയും വേറൊരു രീതിയും കൂടെ അതിനകത്ത് പറയുന്നുണ്ട് ഹിന്ദു ഫിലോസഫി തന്നെ. ഈ മുൻകോപം ദൈവത്തിൻ്റെ ഒരു സന്തതിയാണെന്ന് നമ്മൾ വിചാരിക്കണം. ദൈവത്തിൻ്റെ ഒരു സന്തതിയാണ്, അല്ലെങ്കിൽ എല്ലാം ഈശ്വര പ്രസാദം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും തിരിച്ചൊന്നും ചെയ്യാൻ തോന്നത്തില്ല. ദൈവത്തിനോട് നമ്മളൊന്നും എതിർക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ റോമൻ മിതോളജി അനുസരിച്ചാണെങ്കിൽ ഇത് ചൊവ്വാഗ്രഹമാണ് ഈ പിന്നെ ദേഷ്യത്തിൻ്റെയും അക്രമത്തിൻ്റെയൊക്കെ ദൈവം എന്ന് പറയുന്ന ഒരു ഗ്രഹത്തിനെ ഒരു റോമൻ മിത്തോളജി പറയുന്നത്. പിന്നെ ചൊവ്വ എന്ന് പറഞ്ഞ ഗ്രഹമാണ്. പിന്നെ ഹിന്ദു മിത്തോളജി അനുസരിച്ച് ശ്രീ പരമേശ്വരൻ ആണ് ദേഷ്യത്തിൻ്റെ അധിപനായ ദൈവം. നമ്മൾ പിന്നെ കേട്ടിട്ടുണ്ടല്ലോ, ശ്രീ പരമേശ്വരൻ്റെ 3-ാം തൃക്കണ്ണ് തുറന്നാൽ ലോകം മുഴുവൻ അവസാനിക്കുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതങ്ങനെ സംഭവിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ഹിന്ദു മിത്തോളജി പറയുന്നുണ്ട്. ആ 3-ാം കണ്ണ് തുറന്നാൽ ഈ പ്രപഞ്ചം നശിക്കുകയും ചെയ്യും, പിന്നെ പുതിയൊരു പ്രപഞ്ചം കുറേ കാലം കഴിഞ്ഞ് സൃഷ്ടിക്കുകയും ചെയ്യും. അതും ശ്രീ പരമേശ്വരൻ അല്ലെങ്കിൽ മഹാദേവൻ ചെയ്യുന്നൊരു കാര്യമാണെന്നാണ് പറയുന്നത്. പിന്നെ മഹാഭാരതം പറയുന്നത് നല്ല ബുദ്ധിയുള്ള മനുഷ്യർ അവരുടെ ബുദ്ധി കൊണ്ട് കോപത്തെ നിയന്ത്രിക്കുമെന്നാണ്. അപ്പം ഇതിനെല്ലാം ആവശ്യം നല്ല ബുദ്ധിയാണ്. നല്ല സൽബുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സാഹചര്യത്തിനെയും അതിജീവിക്കാൻ പറ്റും. ദേഷ്യമൊന്നും ഉണ്ടായാൽ തന്നെ അതിനെ നിയന്ത്രിക്കും നമ്മൾ. പിന്നെ അതിൽ ഏറ്റവും നല്ലൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, കോപത്തെ നിയന്ത്രിക്കാൻ സത്യം പറയുന്നത് വളരെ നല്ലതെന്നാണ് പറയുന്നത്. ഇപ്പം എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞിട്ടായിരിക്കും ചിലപ്പം പിന്നെ ആരെങ്കിലും നമ്മളെ വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നതെന്ന് ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ സത്യം തുറന്നു പറഞ്ഞാൽ അവരുടെ ദേഷ്യവും ശമിക്കും, നമുക്ക് ദേഷ്യം വന്നാൽ അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അത് മഹാഭാരതത്തിൽ പറയുന്നതാണ്. പിന്നെ ബൈബിൾ വചനം അനുസരിച്ച് ക്രോധത്തെ നിയന്ത്രിക്കണമെങ്കിൽ നമുക്ക് ഡീപ്പ് ബ്രീത്ത് എക്സസൈസ് കൊണ്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ഡീപ്പ് ബ്രീത്ത് എക്സസൈസ് കൊണ്ട് നമ്മൾ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ പറ്റുമെന്നാണ് ബൈബിളും പറയുന്നത്. പിന്നെ രണ്ടാമത് ബൈബിളിൽ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. സംഗീതം ശ്രദ്ധിക്കുമ്പോഴും പിന്നെ ക്രിയാത്മകമായിട്ട് എന്തെങ്കിലും രചനകൾ നടത്തുകയും ചെയ്താൽ നമുക്ക് നമ്മുടെ കോപത്തിനെ നിയന്ത്രിക്കാൻ പറ്റും. നമ്മുടെ സമാധാനത്തെയും സന്തോഷത്തെയും ആരോഗ്യത്തെയും അല്ലെങ്കിൽ ഈ കോപം ബാധിക്കും. അതുകൊണ്ട് പിന്നെ എല്ലാ മതങ്ങളും അല്ലെങ്കിൽ എല്ലാ ഇതും പറയുന്നത് കോപത്തെ നിയന്ത്രിക്കണമെന്ന് തന്നെയാണ്. പിന്നെ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് നമ്മൾ നിശബ്ദരായിരിക്കണം, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണമെന്നുമാണ് പറയുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നത് നമ്മൾ നിശബ്ദരായിട്ടിരിക്കണം. എന്തെങ്കിലും നമുക്ക് ദേഷ്യം വന്നാൽ തന്നെ നമ്മൾ നിശബ്ദരായിട്ട് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ അത് മാറുമെന്നാണ് പറയുന്നത്. പിന്നെ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും വേണം. പിന്നെ നമ്മളുടെ മനസ്സിനോ ശരീരത്തിനോ കോപം ബാധിക്കാൻ നിങ്ങൾ ഒരിക്കലും സമ്മതിക്കരുത്. നമ്മുടെ മനസ്സിനെയോ ശരീരത്തിനെയോ ഒരിക്കലും കോപം ബാധിക്കാൻ സമ്മതിക്കരുത്. നിങ്ങൾ ശാന്തനായി വേണം സ്ഥിതിഗതികൾ നേരിടാൻ. നമ്മൾ ഒരിക്കലും നമ്മുടെ സമചിത്തത അല്ലെങ്കിൽ നമ്മുടെ
സമനില നമ്മൾ ഒരിക്കലും പിന്നെ കളയാതെ വേണം നമ്മൾ അതിനെ നേരിടാൻ. എപ്പോഴും മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തുക, ഒരിക്കലും കോപം നമ്മെ കീഴടക്കാൻ അനുവദിക്കരുത്. അങ്ങനെയാണ് പിന്നെ ഖുർആനിലും പറയുന്നത്. പിന്നെ മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, ക്ഷമയാൽ ജയിപ്പവൻ ഉത്തമൻ. ക്ഷമ കൊണ്ട് മാത്രമേ നമുക്ക് ലോകത്ത് ജയിക്കാൻ പറ്റൂ. ലോകത്തെ ജയിക്കണമെങ്കിൽ നമുക്ക് ക്ഷമ വേണം. അല്ലാതെ നമ്മൾ എത്ര മിടുക്കനായാലും എന്തൊക്കെ നമ്മുടെ കഴിവുകളുണ്ടെങ്കിലും നമുക്ക് ക്ഷമയില്ലെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും നമ്മൾ വിജയിക്കത്തില്ല. കാരണം പല അവസരങ്ങളിലും നമ്മുടെ ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ സിറ്റുവേഷൻ, ആ ഒരു സാഹചര്യം നമുക്ക് അതിജീവിക്കാൻ പറ്റൂ. പിന്നെ ശരിക്കും ക്ഷമയുണ്ടായിരുന്നാൽ നമുക്ക് എത്ര അപകടങ്ങളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും രക്ഷപ്പെട്ട് സന്തോഷവാനായിട്ട് കഴിയാൻ സാധിക്കും എന്നാണ് എല്ലാ മതങ്ങളായാലും എല്ലാ പിന്നെ ഈ പറഞ്ഞതിനോട്ട് എല്ലാ ശാസ്ത്രങ്ങളായാലും എല്ലാം പറയുന്നത് അത് തന്നെയാണ്. അതുകൊണ്ട് ശ്രമിക്കുക, വിജയിക്കുക. ഇതാണ് എൻ്റേതായിട്ടുള്ള ഒരു അഡ്വൈസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് ഇത്രയും കാലത്തിനിടെ അങ്ങനെ ഒരിക്കലും ദേഷ്യം വന്നിട്ടേ ഇല്ല. അതിന് പ്രധാന കാരണം ഞാൻ കൂടുതൽ ഒരുപാട് വായിച്ചും മനസ്സിലാക്കിയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം. പക്ഷേ ദേഷ്യം വന്നാലും പണ്ട് മക്കളെയൊക്കെ ഇങ്ങനെ ഉപദ്രവിക്കാനൊക്കെ ചെല്ലുമായിരുന്നു. പക്ഷേ ഉപദ്രവിക്കത്തില്ല, അങ്ങനെ അത് പഠിക്കാൻ വേണ്ടി തന്നെ, അല്ലാതെ വേറെ ഇതൊന്നും അല്ലായിരുന്നു. അങ്ങനെ ദേഷ്യത്തിനെ നിയന്ത്രിക്കാൻ എനിക്ക് വളരെ ഇതായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അത് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.